ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അഭിനയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് മഹാനടന വിസ്മയത്തിന്റെ മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. സിനിമയിലെ നായകന്മാരെയും നായികമാരെയും ഒക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു പുതുപുത്തൻ താരോദയത്തിന്റെ സുവർണ നിമിഷങ്ങൾ കടന്നു വരുന്നു. ഇതാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ഈ മാസം സെപ്റ്റംബർ 17-നാണ്. എന്താണ് ജന്മദിനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയും കൂട്ടരും നമുക്ക് നൽകാൻ വേണ്ടി പോകുന്ന ഒരുപാട് നാടകങ്ങൾ തിരിച്ചറിയണം അത് എന്ത് എന്നുള്ളത്. നമ്മളൊക്കെ ഈ ചാനലുകളിൽ കാണാറില്ലേ, തിരുവോണ ദിന സ്പെഷ്യൽ പരിപാടി എന്നൊക്കെ പറയുന്നത് പോലെ ജന്മദിന സ്പെഷ്യൽ പരിപാടിയുമായിട്ടാണ് BJPയും സംഘപരിവാരും നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ശുചീകരണ പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ശുചീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മധുരയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് നരേന്ദ്രമോദി 5ഓളം സ്ത്രീകളോട് സംസാരിച്ച് അതിനിടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ദൃശ്യം സ്ലോ മോഷനിലൂടെ കാണിച്ച ചില മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. അത് മാത്രമല്ല, അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ശുചീകരിച്ച് എടുക്കാൻ പറ്റുന്ന പണത്തിനേക്കാൾ 10 ഇരട്ടി പണം കൊണ്ട് അത് കൊണ്ടിടാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കിയെടുത്ത BJPയുടെ തനിനിറവുമൊക്കെയാണ്. അതാണ് ഇവരുടെ ശുചീകരണ പ്രവൃത്തി. എന്നാൽ ഈ ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 14-ാം തീയതി മുതൽ തന്നെ നമ്മുടെ കൂട്ടരും ഇറങ്ങിക്കഴിഞ്ഞു. അതായത് അമിത്ഷാ, BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇറങ്ങിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ദില്ലിയിലെ എയിംസിൽ ശുചീകരണം നടത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ ശുചീകരണം നടത്തുന്നതിൻ്റെ വീഡിയോ ANI പുറത്തുവിട്ടു. അപ്പോൾ അത് BJPയുടെ പ്രവർത്തകരൊക്കെ വലിയ ആഘോഷമാക്കി കൊണ്ട് നടക്കുകയും ഇതാ നമ്മുടെ അമിത്ഷാ ചൂലെടുത്തടിക്കുന്നു, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നു, വല്ലാത്ത രീതിയിൽ വലിയ പ്രചാരണം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എയിംസ് നമുക്ക് നൽകുന്ന ഒരു വലിയ ചിത്രമുണ്ട്. അതായത് വലിയ നല്ല ആശുപത്രി, അത് മാത്രമല്ല നല്ല വൃത്തിയുള്ള ആശുപത്രി ആയിരിക്കും എയിംസ് എന്നുള്ളത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇവർ ശുചീകരണം നടത്തുന്നതിൻ്റെ ഒരു ദൃശ്യം വന്നു. എന്തായാലും മോദിയുടെ ജന്മദിനമല്ലേ, നടത്തിക്കൊള്ളട്ടെ. അപ്പോൾ ആ ചിത്രം വലിയ രീതിയിൽ സ്വാഗതം ചെയ്ത് എല്ലാവരും കൈയടിച്ചു. എന്നാൽ ഈ ചിത്രത്തിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുൻപ് അവിടെയുള്ള വേലക്കാർ വന്നിട്ട് അവിടെ മൊത്തം വൃത്തിയാക്കി പോയി എന്നാണ് ഒരാൾ അതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഈ കമന്റ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പലരും, അവിടെയുള്ള ആശുപത്രിയിലുള്ള പലരും ഉറപ്പുവരുത്തുന്ന രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്തതോടുകൂടി ആ പൊറോട്ട് നാടകവും പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ രാജ്യത്തെ ശുചീകരിക്കാൻ മുന്നോട്ട് വരുന്നവരാണ്, ഞങ്ങൾ ജനകീയ ഇടപെടൽ നടത്തുന്നവരാണ്, ഞങ്ങൾക്ക് ശുചീകരിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കാനുള്ള ഇവരുടെ ഈ പൊറോട്ട് നാടകം പലപ്പോഴായി പൊളിഞ്ഞിട്ട് പോലും ഇന്നും അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയക്കകത്ത് വാദിക്കുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒരു നാടകമാണ്, പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നാടകം. ഇവർക്ക് ലാഭമുണ്ട് ഇക്കാര്യങ്ങളിൽ, എന്നാൽ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഈ വിഷയത്തിലുള്ളത്? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.